സാറിന് പറയുന്നത് ജൻസി കലാപം ഇന്ത്യയെ തുടങ്ങിയെന്നോ? ജൻസി കലാപം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ തലമുറയുടെ ചെറുപ്പക്കാരുടെ കലാപം അല്ലേ? ഇപ്പം നമ്മൾ ജൻസി എന്നുള്ള വാക്ക് കേട്ടത് നേപ്പാളിൽ നിന്നാണ്. 2000 മുതൽ ജനിച്ചിട്ടുള്ള ചെറുപ്പക്കാർ തെരുവിലിറങ്ങി അക്രമമൊക്കെ നടത്തി, എന്നിട്ട് അവർ നിലവിലുള്ള ഭരണകൂടത്തെ മറിച്ചിട്ടു. ബംഗ്ലാദേശിലും നടന്ന ഇതാണ്. ബംഗ്ലാദേശിൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം വർഗീയവാദികളാണ് നിലവിലുള്ള ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചിട്ട് അവരുടെ ഒരു പാവ സർക്കാരിനെ വാഴിച്ചു. നേപ്പാളിൽ അങ്ങനെ നടന്നില്ല. നേപ്പാളിൽ അവർ കലാപമൊക്കെ നടത്തിയെങ്കിലും ബംഗ്ലാദേശ് മോഡലല്ല. കലാപം നടത്തിയതിൻ്റെ പിന്നിൽ മുതലെടുക്കാൻ ശ്രമിച്ചവരുടെ ശ്രമമൊക്കെ പാളിപ്പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ ആവേശഭരിതനായി നിന്ന ആൾ നമ്മുടെ രാഹുൽ ഗാന്ധിയാണ്. ആകെ 81 തെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏതാണ്ട് 78ലും തോറ്റുപോയ ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ എല്ലാ പരീക്ഷയും ഈ പ്രിയം പോയിട്ട് ഒരു 81 പരീക്ഷ എഴുതി, 78ലും തോറ്റുപോയാൽ പ്രിയന് ചോദ്യപേപ്പർ കത്തിക്കാനല്ല, ആ പള്ളിക്കൂടം കത്തിക്കാൻ തോന്നും അല്ലേ? അതെ, തീർച്ചയായും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് ഭാവി പ്രധാനമന്ത്രി വന്നതിന് ശേഷം 81 തെരഞ്ഞെടുപ്പ് കടന്നു, 78ലും തോറ്റുപോയി. EVM പിടിക്കാൻ തോന്നി, ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ ഇലക്ഷൻ നടത്തുന്ന പള്ളിക്കൂടമായ ഇലക്ഷൻ കമ്മീഷനെ കത്തിക്കാം എന്ന് തീരുമാനിച്ചറിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമാണ്, മാനസിക രോഗം വരും. കാരണം ഇത്രയും നിരാശയുടെ പടുകുഴി സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാരെ സമ്മതിക്കണം കേട്ടോ. ഒരു നേതാവ് വന്ന് 81 തെരഞ്ഞെടുപ്പ് കടന്ന് 78ലും തോറ്റിട്ട് അയാൾ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നും ധരിച്ച് വശായി നടക്കുന്ന വിഡ്ഢി കുഷ്മാണ്ഡങ്ങളുടെ പാർട്ടിയായിട്ട് നമ്മുടെ കോൺഗ്രസ് മാറിയിരിക്കുക. എന്നിട്ട് ആ കോൺഗ്രസിൻ്റെ പിന്നിൽ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് കുറേ അലവലാതി പാർട്ടികൾ കൂടെ നിൽക്കുന്നു. വലിയ കഷ്ടമാണ്. ഇപ്പോൾ ഏതായാലും രാഹുലിൻ്റെ ആഗ്രഹം ഇനി ഒരു തെരഞ്ഞെടുപ്പിലും ജയിച്ച് ഞാൻ പ്രധാനമന്ത്രിയാവാൻ പോകുന്നില്ല. അപ്പോൾ ബംഗ്ലാദേശ് മോഡലിൽ, അല്ലെങ്കിൽ ശ്രീലങ്ക മോഡലിൽ, അതും അല്ലെങ്കിൽ നേപ്പാളിലെ ജൻസി മോഡലിൽ ഇന്ത്യയിൽ കലാപം നടക്കണം. കലാപം നടന്നിട്ട് തനിക്ക് ആ ചുളുവിൽ അതിൻ്റെ മറവിൽ തെരഞ്ഞെടുപ്പ് വഴിയല്ലാതെ ഒന്ന് കയറി പ്രധാനമന്ത്രി കസേരയിലിരിക്കണം. അതുകൊണ്ടാണ് ഓരോ തവണയും വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വിടുന്ന ബോംബ് ഇയാളുടെ മൂട്ടിൽ തന്നെ വന്ന് കയറും. എന്നിട്ടും ഇയാൾ പറയും യുവാക്കളും വിദ്യാർത്ഥികളും കാണണം, നിങ്ങൾ ഇറങ്ങണം ജനാധിപത്യം സംരക്ഷിക്കാൻ. ഈ നാട്ടിലെ കൃഷിക്കാരിറങ്ങണ്ട, തൊഴിലാളികൾ ഇറങ്ങണ്ട, പ്രൊഫഷണലുകൾ ഇറങ്ങണ്ട, സാധാരണ ജനങ്ങൾ ഇറങ്ങണ്ട. ആരാ ഇറങ്ങേണ്ടത്? യുവാക്കളും വിദ്യാർത്ഥികളും. കാരണം ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ, നേപ്പാളിൽ ഒക്കെ വിജയിച്ച ഒരു പാറ്റേൺ ഇന്ത്യയിൽ കൊണ്ടുവരാൻ നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മനോരമ കഴിഞ്ഞ ദിവസം രാഹുൽ ഇങ്ങനെ പറഞ്ഞത് ഇത് 1-ാം പേജിൽ വലിയ ഹൈലൈറ്റ് ഇട്ട് കൊടുത്തു. കാരണം ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒന്ന് കണ്ടിട്ട്, മനോരമ എന്ന് പറഞ്ഞ നുണരമയെങ്കിലും കണ്ടിട്ട് ഇവർക്കൊന്ന് വിദ്യാർത്ഥികളെ കുത്തി ഇറക്കാമോ എന്നൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഈ കലാപം, രാഹുലിൻ്റെ ആഹ്വാനം, ജൻസി കലാപം നടത്തണം എന്നുള്ള ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുകയാണ്. ഞാൻ ഇന്നലെ കണ്ടു, ഹൈദരാബാദിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അവർ മുദ്രാവാക്യം വിളിക്കുന്നു. അവരുടെ കയ്യിൽ ദേശീയ പതാകകളുണ്ട്. ദേശീയ പതാകകൾ പിടിച്ചവർ ആഘോഷിക്കുന്നു. കാരണം കഴിഞ്ഞ 7 വർഷമായി ഹൈദരാബാദ് സർവകലാശാല കുത്തകയായിട്ട് വാണിരുന്ന SFI മുന്നണിയെ അവർ പരാജയപ്പെടുത്തി. ABVP ജയിച്ചു. അപ്പോൾ ABVPയുടെ ജയം ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് പിന്നാലെയാണ്, പാറ്റ്ന സർവകലാശാലയ്ക്ക് പിന്നാലെയാണ്, ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് പിന്നാലെ അവിടെ അട്ടിപ്പേറ് ഭരണം നടത്തിയിരുന്ന NSU SFI സംഘത്തെ തുടച്ചു നീക്കിയിട്ട് ചെറുപ്പക്കാർ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ജൻസി ഇറങ്ങിയിരിക്കുന്നു. എവിടെയാണ്? അവർ മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സർവകലാശാലകൾ തൂത്തുവാരി ജയിക്കുകയാണ്. പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ടായ ഒരു കാര്യം എന്നറിയോ, ഈ ഹൈദരാബാദിലും ഡൽഹിയിലുമൊക്കെ പാറ്റ്നയിലുമൊക്കെ സർവകലാശാലകളുടെ ഭരണം പിടിച്ചെടുത്ത ഈ ചെറുപ്പക്കാർ അവരുടെ കാവിക്കൊടിക്കൊപ്പം ദേശീയ പതാകകൾ പിടിച്ചാണ് പ്രകടനം നടത്തിയത്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, SFI ആണ് ജയിച്ചെങ്കിൽ അവരുടെ പ്രകടനത്തിൽ, ആഹ്ലാദ പ്രകടനത്തിൽ ദേശീയ പതാക ഉണ്ടാകുമായിരുന്നോ? പാലസ്തീൻ്റെ കൊടി ഉണ്ടാവും. പാലസ്തീൻ്റെ കൊടി ചിലപ്പോൾ ഉണ്ടാവും, ഇന്ത്യയുടെ കൊടി ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ നമ്മുടെ ക്യാമ്പസുകളിൽ ഏതു വിദ്യാർത്ഥി, ഏത് ജൻസി കലാപം ഉണ്ടായാലാണ് ദേശീയ പതാക ഉയരുക? അത് NSU വന്നാൽ ഉയരത്തില്ല, ജമാഅത്തെ ഇസ്ലാമി വന്നാൽ ഉയരത്തില്ല, MSF വന്നാൽ ഉയരത്തില്ല, SFI വന്നാലും ഉയരത്തില്ല. അതിന് ABVP തന്നെ ജയിക്കണം. അത് വലിയൊരു മാതൃകയാണ്. കാരണം എനിക്ക് കേരളത്തിലെ അടക്കമുള്ള SFIക്കാരോട് വെല്ലുവിളിക്കാം, നിങ്ങളുടെ സർവകലാശാലകളിലെ വിജയം ആഘോഷിക്കുമ്പോൾ ഹൈദരാബാദിലെയും ഡൽഹിയിലെയും പാറ്റ്നയിലെയും വിദ്യാർത്ഥികൾ അവരുടെ വിജയം ആഘോഷിക്കാൻ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ കൊടിക്കൊപ്പം ഉയർത്തിപ്പിടിച്ചതുപോലെ ദേശീയ പതാക പിടിച്ച് കേരളത്തിലെ SFIക്കാരൻ പ്രകടനം നടത്തുക. നമ്മുടെ ഈ എറണാകുളത്ത് മഹാരാജാസ് അടക്കമുള്ള കോളേജുകളിൽ ഇവർ ജയിക്കുന്നുണ്ട്. അവരുടെ ആ വെള്ളക്കൊടി
സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറഞ്ഞ് മറ്റുള്ളവൻ്റെ മെക്കിട്ട് കയറുന്ന ഈ കൊടിയും ചോര പുരണ്ട നക്ഷത്രം പിടിച്ച ഈ ഒരുപാട് പേരുടെ ചോര വീഴിച്ച പ്രസ്ഥാനം പിടിക്കുന്ന കൊടിക്കൊപ്പം ദേശീയ പതാക പിടിച്ച് ഒരു പ്രകടനം നടത്താൻ ഇന്ത്യയിൽ ABVP അല്ലാതെ ആര് തയ്യാറാവുന്നുണ്ട്? ഇതുകൊണ്ടാണ് ABVPയുടെ ജയം കാണുമ്പോൾ ഒരു ദേശീയവാദിയായ എനിക്കും ദേശസ്നേഹമുള്ള എല്ലാവർക്കും ആവേശം ഉണ്ടാവുന്നത്. കാരണം അവർ മാത്രമേ ഉള്ളൂ അവരുടെ വിജയ പതാകയ്ക്കൊപ്പം ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിക്കുന്നവർ. അപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിൽ വലിയ കലാപം നടക്കുകയാണ്. എന്താണെന്നറിയോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുളയട്ടകളെ പോലെ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് പടർന്നു കയറി അവരുടെ ചോര കുടിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെ വലിച്ചെറിഞ്ഞ് കളയുകയാണ്. ഇപ്പോൾ നോക്കൂ, JNUവിലെ അവസ്ഥ എന്താ? JNUവിൽ ഇപ്പോൾ മലയാളികളുടെ ഒരു തള്ളിച്ച കുറഞ്ഞു അല്ലേ? നമ്മൾ JNUവിലൊക്കെ പോയി കഴിഞ്ഞാൽ JNUവിൽ മാസം 20 രൂപ കൊടുത്താൽ ഹോസ്റ്റലിൽ മുറി കിട്ടുമായിരുന്നു. ഷാപ്പാട് ഉൾപ്പെടെ സൗജന്യമായിരുന്നു. ഇവിടുന്ന് 50 വയസ്സുള്ളവരും JNU പോയി പഠിക്കുന്നുണ്ടായിരുന്നു. കാരണം 20 രൂപ കൊടുത്താൽ ഡൽഹിയിൽ എങ്ങനെ താമസിക്കാൻ പറ്റും? 3 നേരം 4 നേരം ഭക്ഷണം ഉൾപ്പെടെ സുഖ ജീവിതമായിരുന്നു. കാരണം JNUവിലേക്ക് അങ്ങ് പോകുന്നു, എന്നിട്ട് പിന്നെ ഇന്ത്യ വിരുദ്ധ പദ്ധതികൾ. ഇപ്പോൾ കാശ്മീരിലാവട്ടെ, രാജ്യത്തെവിടെയാട്ടെ ഇന്ത്യ വിരുദ്ധ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്നവരൊക്കെ JNU പ്രൊഡക്റ്റായിരുന്നു. JNU കഴിഞ്ഞാൽ പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി DU അല്ലേ? ഈ രണ്ടിടത്തുമായിരുന്നു ഈ കലാപത്തിൻ്റെ കേന്ദ്രം. ഇപ്പോൾ ആ തള്ളിച്ചയില്ല. എന്താ കാര്യം എന്നറിയോ പ്രിയാണ്? ഇപ്പം മലയാളിക്ക് ഇവിടെ നിന്ന് അഡ്മിഷൻ കിട്ടുന്നില്ല. പണ്ടെങ്ങനെയാണെന്നറിയോ? ഇവിടെ നിന്ന് കിട്ടുന്ന മാർക്ക് നോക്കിയിട്ട് സർവകലാശാല പരീക്ഷയ്ക്ക് കേരളത്തിൽ കിട്ടിയ മാർക്ക് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. ഇവിടെ മാർക്ക് കിട്ടുന്ന എങ്ങനെ അറിയാമല്ലോ? പരീക്ഷ എഴുതാത്ത ആർഷോയ്ക്ക് ഫുൾ പാസ് കിട്ടുന്ന സർവകലാശാല സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന സഖാക്കന്മാർക്കെല്ലാം വലിയ മാർക്ക് കിട്ടി ഡൽഹിയിലെ JNUവിലും DUവിലും ഒക്കെ അഡ്മിഷൻ കിട്ടുമായിരുന്നു. അതുകൊണ്ട് മോദി സർക്കാർ വന്നപ്പോൾ ഈ സംസ്ഥാന സർക്കാരുകൾ, സംസ്ഥാന സർവകലാശാലകൾ കൊടുക്കുന്ന മാർക്ക് പോരാ, JNUവിലും DUവിലും ഹൈദരാബാദിലും ഒക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു എൻട്രൻസ് പരീക്ഷ ഏർപ്പെടുത്തി. എൻട്രൻസ് പരീക്ഷ ഏർപ്പെടുത്തിയപ്പോൾ സഖാക്കന്മാർ, ഇസ്ലാമിസ്റ്റുകൾ പരീക്ഷ ജയിക്കാതായി. അങ്ങനെ JNUവിലും DUവിലും പോയി അട്ടിപ്പേറ് കിടക്കാനുള്ള അവകാശം മലയാളിക്കില്ലാണ്ടായി. ഇപ്പം മലയാളിക്ക് ഈ മലയാളിയുടെ പെർസെൻറ്റേജ് വല്ലാതെ കുറഞ്ഞു വടക്കേ ഇന്ത്യൻ സർവകലാശാലകൾ. കാരണം എല്ലായിടത്തും ഇവിടുന്ന് കിട്ടുന്ന മാർക്ക് പോരാ, അവിടെ പോയി എൻട്രൻസ് എഴുതി പാസ്സാവണം. നമ്മളിപ്പോൾ വിദ്യാഭ്യാസം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ നിലവാരത്തിൽ വലിയ ഉന്നതിയിലാണ് കേരളമെന്ന് അക്ഷരം നിറയുവോ വായിക്കാൻ അറിയാത്ത ശിവൻകുട്ടി പറയുന്നുണ്ടല്ലേ? ശിവൻകുട്ടിക്ക് അക്ഷരം അറിയാൻ മേല എന്നർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറയുന്ന പല വാചകങ്ങളും വാക്കുകളും കേട്ടാൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളെ പോലെ തോന്നും. അത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ശിവൻകുട്ടിയുടെ പല പത്രസമ്മേളനങ്ങൾ കേട്ടിട്ടും ഇതെന്താ ഇദ്ദേഹം പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. മുമ്പൊരിക്കൽ പറയുന്നുണ്ടല്ലോ, നീ ഒരു കാര്യം ചെയ്യേ, ലിഫ്റ്റ് വർക്ക് ചെയ്യാത്ത എന്താന്ന് നീ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണേ എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ടല്ലോ. ഇത് അഭിഭാഷകനല്ലേ? അപ്പോൾ അഭിഭാഷകനായ പുള്ളി കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്നവരോട് പറയാണ്, നീ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണേ, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ആ വീഡിയോ കണ്ടിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം റഹീം ബെസ്റ്റ് ടീമിനോടാ പറയുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ആളുകളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ ഇങ്ങനെ സമുദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കിട്ടുന്ന ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി ചെല്ലുന്നവർക്ക് ഉത്തരേന്ത്യൻ സർവകലാശാലയിൽ കൊള്ളാമെന്ന ഇന്ത്യയിലെ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇതൊക്കെ പറഞ്ഞാലും JNU ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളൊന്നാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ രാജ്യത്തെമ്പാടും കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ഉണ്ടല്ലേ, മോദി ഇങ്ങനെ ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അവൻ വരച്ച ഒരു ചിത്രം, 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അവൻ വരച്ചൊരു ചിത്രം എടുത്ത് കാണിക്കും. ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഉടനെ മോദി പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, സെക്യൂരിറ്റി ആ പടം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ചെന്നിട്ട് ഈ പടം വാങ്ങുമ്പോൾ ഈ 10 വയസ്സുകാരൻ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. കണ്ടില്ലേ വീഡിയോ? മനോരമ ന്യൂസൊക്കെ അതേക്കുറിച്ച് സ്പെഷ്യൽ സ്റ്റോറി ചെയ്തു. മനോരമ ന്യൂസ് ചെയ്തിട്ട് എന്നിട്ട് മാത്രമല്ല മോഡി എന്നിട്ട് പറയുക, നീ കരയണ്ട മോനെ, നിൻ്റെ അഡ്രസ്സ് അതിൻ്റെ പുറകിലില്ലേ, ഞാൻ നിനക്ക് ചെന്നിട്ട് ഒരു കത്തയക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഈ പട്ടാപ്പകൽ മോദി ഇങ്ങനെ യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ, കുട്ടികളുടെയൊക്കെ മനസ്സിങ്ങനെ കവർന്നെടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി പറയുന്നുള്ള ജൻസി എപ്പോഴേ ആരംഭിച്ചു, ജൻസി കലാപം ആരംഭിച്ചു. വടക്കേ ഇന്ത്യയിലെ സർവകലാശാലകളിലൂടെ യുവാക്കളുടെ ആവേശം, അവരുടെ വിപ്ലവ വീര്യം രാഷ്ട്ര നിർമ്മിതിക്ക് അനുകൂലമായി തെരുവുകളിലേക്ക് ഒഴുകിപ്പടരുകയാണ്. അവർ ജയിക്കുമ്പോൾ അവരുടെ മുദ്രാവാക്യങ്ങൾക്കൊപ്പം അവരുടെ സംഘടനയ്ക്ക് മാത്രമല്ല അവർ ജയ് വിളിക്കുന്നത്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നുണ്ട്, ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇതാണ് രാഹുൽ ഗാന്ധിയും
പിണറായി വിജയനും MA ബേബിയും ഒക്കെ കാണേണ്ട യഥാർത്ഥ ജൻസി കലാപം. ഇന്ത്യ ഉണരുകയാണ്, ഇന്ത്യയിലെ യുവത്വം ഉണരുകയാണ്. പക്ഷേ അവർക്ക് 75 വയസ്സിലും യുവഹൃദയത്തോടെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്. ആ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് അവർ വിപ്ലവം നയിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.